രാഷ്ട്രീയ കൊലകൾക്ക് ഒരു ക്ഷാമവുമില്ലാത്ത നാടാണ് കേരളം. കൊന്നും കൊലവിളിച്ചും രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന മേലാളന്മാരും അതിന് അടിമപ്പണി ചെയ്യുന്ന കീഴാളന്മാരുമുണ്ട്. യുവ നേതാക്കളാണ് പലപ്പോഴും ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾക്ക് ബലിയാടാകുന്നത്. രാഷ്ട്രീയം, മതം എന്നിവയൊക്കെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയും മറ്റു ബന്ധങ്ങളിൽ കൂട്ടിക്കലർത്താത്ത ഒന്നായി മാറ്റി വെക്കേണ്ടതുമാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയല്ല. കൂട്ടുകെട്ടുകളിലും മറ്റും ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ കടന്നു വരികയും വൈരാഗ്യത്തിന്റെ പേരിൽ അപ്പോഴോ പിന്നെയോ തമ്മിൽ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. ഇതിനു പുറമെയാണ് വഞ്ചനയും കുഴൽപ്പണവും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നത്. CPIM പള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗത്തെ കൊലപ്പെടുത്തിയ കണ്ണൂരിലെ RSS പ്രവർത്തകനായി അമ്പലവയൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പാനൂർ സ്വദേശി ശ്യാംജിത്തിന്റെ പേരിലാണ് കവർച്ചാ കേസിൽ ഉൾപ്പെടെ ഒളിവിൽ പോയതിന് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഫെബ്രുവരി 4 രാത്രി 7:30 അമ്പലവയൽ സ്റ്റേഷൻ അതിർത്തിയിലെ തെന്മേനി അമ്മായിപ്പാലത്ത് കാർ യാത്രക്കാരനായ കണ്ണൂർ കുഞ്ഞിമംഗലം സ്വദേശി പടിഞ്ഞാറേതിൽ സനീഷിൽ നിന്നും 1.5 കോടി തട്ടിയെടുത്ത കേസിലാണ് ശ്യാംജിത്ത് പ്രതിയായത്. 2 ഇന്നോവ കാറുകളിൽ എത്തിയ സംഘം അമ്മായിപ്പാലത്ത് സനീഷ് സഞ്ചരിച്ച കാറിനെ പിന്തുടർന്ന ശേഷം തടഞ്ഞു നിർത്തി സനീഷിനെ കാറിൽ നിന്നും ബലമായി പിടിച്ചിറക്കി മറ്റൊരു കാറിൽ കയറ്റി മർദ്ദിച്ച് ഊടുവഴികളിലൂടെ സഞ്ചരിച്ച ശേഷം രാത്രി വൈകി വാരിയാട്ട് ഇറക്കി വിട്ടു. സനീഷ് സഞ്ചരിച്ച കാർ കൈക്കലാക്കിയ സംഘം രഹസ്യറയിൽ സൂക്ഷിച്ച പണം കവരുകയായിരുന്നു. 5 രാവിലെയാണ് സനീഷ് അമ്പലവയൽ പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ ഇതുവരെ കണ്ണൂർ സ്വദേശികളായ 9 പേർ പിടിയിലായിട്ടുണ്ട്. പ്രതികൾ എല്ലാവരും കൊലപാതകം, പിടിച്ചുപറി, മർദ്ദനം, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. അറസ്റ്റിലായ പ്രതികളിൽ നിന്നുള്ള വിവരം ഇപ്രകാരമാണ്. ശ്യാംജിത്ത് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളെന്ന് കണ്ടെത്തിയത്. കേസ് അന്വേഷണത്തിനിടെയാണ് ഇയാൾ ഒളിവിൽ പോയത്. തുടർന്നാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. CPIM പള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും മാഹി നഗരസഭ മുൻ കൗൺസിലറുമായ കണ്ണിപ്പൊയിൽ ബാബുവിനെ വീടിന് സമീപം പതിയിരുന്ന് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയാണ് ശ്യാംജിത്ത്. രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരം കൊലപാതകത്തിനും മറ്റ് ദുർനടത്തിപ്പിനും കൂട്ടുനിൽക്കുമ്പോൾ പൊതുജനം ആരെയാണ് വിശ്വസിക്കേണ്ടത്?